കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പറയേണ്ടി വരും എനിക്കില്ല ആക്ഷനാണ്. കാരണം ഞാൻ കുഞ്ചാക്കോ എന്ന ആക്ടർ ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ട്. പുള്ളിയെ പറ്റി പലരും പറയുന്നത് വെച്ചാൽ പുള്ളി ആക്ഷൻ ചെയ്യാൻ ഇതെല്ലാമെന്ന് പറയാം. പക്ഷേ ഈ മൂവി കണ്ടാൽ അതൊക്കെ ആളുകൾ പോവും. ഇജാതി ഫൈറ്റാണ് പുള്ളിയിൽ ചെയ്തിരിക്കുന്നത്. 2 ഫൈറ്റ് ഉണ്ട്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 ഫൈറ്റ്, ഇൻ്റർവ്യൂവിന് ശേഷമുള്ള 2 ഫൈറ്റ് ഉണ്ട്. അതുപോലെ ഫസ്റ്റ് ഹാഫിൽ ഫൈറ്റ് ഉണ്ട്, സംഭവം ഇല്ല എന്നല്ല. പക്ഷേ ഇൻ്റർവ്യൂവിന് ശേഷമുള്ള 2 ഫൈറ്റ്, അതൊരു മോർച്ചറി ഫൈറ്റും ഉണ്ട്, പിന്നെ ക്ലൈമാക്സിലെ ഫൈറ്റ് ഉണ്ട്. ഇജാതി മേക്കിംഗ്, അത് മേക്കിംഗ് മാത്രമല്ല, ആ ഫൈറ്റ് അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അത് വിക്കി നന്ദഗോപാലാണ് ഇതിലെ മോർച്ചറി ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ക്ലൈമാക്സ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത് ദിലീപ് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും വിചാരിക്കുന്നു. പുള്ളി തമ്മിലൊക്കെ മെയിൻ ആക്ടർ കൊറിയോഗ്രാഫറാണ്. അല്ല, ലാലേട്ടൻ്റെ ഒക്കെ ഗ്രാൻഡ് മാസ്റ്ററൊക്കെ പുള്ളിയാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. വിജയൻ്റെ തെറി മൂവിയിലൊക്കെ പുള്ളിയാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ രക്ഷയില്ലാത്ത ഫൈറ്റാണ്. ആ ഫൈറ്റിന് എടുത്തു പറയേണ്ട മോർച്ചറിലെ ഫൈറ്റിൻ്റെ സമയത്ത് ചെയ്തിരിക്കുന്ന കുറച്ച് കട്ട് സാധനങ്ങളുണ്ട്. കട്ട്സും പിന്നെ അതുപോലെ ലൈറ്റിംഗ് കാണൊക്കെ ഉണ്ട്. വേറെ ലെവൽ സാധനം തന്നെയാണത് സമയത്തൊക്കെ ചെയ്തിരിക്കുന്നത്. റോബി വർഗീസ് രാജാണ് ഇതിൻ്റെ ക്യാമറ. അത് എല്ലാവർക്കും പറയാൻ വിചാരിക്കുന്നു. മമ്മൂക്കയുടെ കണ്ണൂർ സ്ക്വാഡാണ് മൂവിയുടെ ഡയറക്ടറാണ് പുള്ളി. പിന്നെ പുള്ളി ക്യാമറമാനാണ്. മമ്മൂക്കയുടെ തന്നെ പുതിയ നിയമം, അതുപോലെ ദ ഗ്രേറ്റ് ഫാദർ, ജയസൂര്യയുടെ മൂവി, അതായത് ക്യാപ്റ്റൻ മൂവി, വെള്ളത്തിനൊക്കെ ക്യാമറമാനാണ് പുള്ളി. അതുപോലെ ലവ് ആക്ഷൻ ഡ്രാമ നിവിൻ പോളി നയൻതാര അഭിനയിച്ച മൂവി, അതിൽ മെയിൻ ക്യാമറ ഇരിക്കുന്നത് ജോമോൻ ടീച്ചറാണ്. അതിൻ്റെ സെക്കൻഡ് യൂണിറ്റ് ക്യാമറ ഇരിക്കുന്നത് റോബി വർഗീസ് രാജാണ് ഇതിൻ്റെ ക്യാമറമാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മൂവിയെ കുറിച്ച് പറയാം. ഇത് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു രക്ഷയില്ല. ഇത് നിങ്ങൾ ഈ മൂവി കാണാൻ പോകുകയാണെങ്കിൽ മികച്ച ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ പോയി കാണാം. മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ ഇപ്പോൾ പോകുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും എല്ലാ സൗണ്ട് എക്സ്പീരിയൻസ്. ഓരോ സീനിലും ഇപ്പോൾ ഫസ്റ്റ് മുതലുള്ള സീനായില്ല, അതിൻ്റെ ആക്ഷൻ സീനുകളുണ്ട്. ആ ക്ലൈമാക്സിലുള്ള ഒരു 20 മിനിറ്റ് സീനുണ്ട്. വേറെ ലെവലാണ്. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഇഷ്ടപ്പെട്ട കാരണം വെച്ചാൽ ഇതിൽ ഓരോ ക്യാരക്ടർ, ഇതിൽ നായകന് വില്ലന്മാരുടെ ഒരു റിവെഞ്ച് സംഭവങ്ങളുണ്ട്. അതുപോലെ വില്ലന്മാർക്ക് വേറൊരു സംഭവങ്ങളുണ്ട്. അത് റിവെഞ്ച് അല്ല, വില്ലന്മാർ ഈ ഓരോ കുറച്ച് സൈക്കോപാത്തിൻ്റെ ഒരു സംഭവമുണ്ട്. അവർക്ക് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അവർക്കൊക്കെ കറക്റ്റായിട്ടൊരു ഇതുണ്ട്. സ്ക്രീൻ സ്പേസ് മാത്രമല്ല, അവർ ചെയ്യാനുള്ളൊരു കാരണം കറക്റ്റ് കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. നമുക്ക് ഇപ്പോൾ വില്ലന്മാരുടെ നമുക്കൊരു സീനിൽ നമുക്ക് ചെറിയൊരു വിഷമം തോന്നുന്ന സീക്കളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. അതുപോലെ അവരുടെ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന സീനുകൊണ്ട് വരുന്നുണ്ട്. ആ 2 പേരും മാറി വരും. അത് കുഞ്ചാക്കോ ചെയ്ത ക്യാരക്ടർ, ഹരിശങ്കർ എന്ന ക്യാരക്ടർ, പുള്ളിയുടെ ഫസ്റ്റ് സീന്, അതായത് പുള്ളിയുടെ എൻട്രി, നിങ്ങളെല്ലാം ട്രയൽ കണ്ടാൽ ഞാനത് സ്പോയിലൊന്നും പറയില്ല. അതായത് നിങ്ങൾ ട്രയൽ കണ്ടാൽ മനസ്സിലാവും. ഫസ്റ്റ് ഒരു പുള്ളിയൊരു സ്റ്റേഷനിൽ നടന്ന സീൻ, ആ സീനിൽ ആ ഫസ്റ്റ് ഒരു ഡയലോഗ്, ആ ഡയലോഗ് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, ഇങ്ങനെയാണ് ഇങ്ങനെ പോകുക കറക്റ്റ് മനസ്സിലാവും. അതാണ് പടത്തിൻ്റെ മെയിൻ. പിന്നെ അതുപോലെ ഒരു മുക്കോണ്ടം ഇതിനൊരു കേസ് വരും. ആ കേസ് വെച്ചിട്ട് പുള്ളി ഒരു അന്വേഷണം നടത്താണ്. പിന്നെ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ വരുന്നത്. പിന്നീട് ഇതിൻ്റെ വില്ലന്മാർ ഇതിലെ മെയിൻ കുറച്ച് ക്യാരക്ടേഴ്സ് ആ സമയത്ത്